നമസ്കാരം. അപ്പോൾ നമ്മൾ D5 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാണുന്ന പോലെ 2.10 ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ മേജറായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണുന്ന റിയൽ ടൈം പാത്ത് ട്രേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ അതിനൊരു ലൈറ്റിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതിലുള്ള വ്യത്യാസമാണ് റിയൽ ടൈം പാത്ത് ട്രേസിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വീറേ അതുപോലെ കൊറോണയൊക്കെ പോലെയുള്ള റെൻഡറിങ് എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് റിയൽ ടൈം പാത്ത് ട്രേസിംഗ്. ചുമ്മാ പാത്ത് ട്രേസിംഗ് എന്നും പറയും. ഇതിപ്പോൾ ആൽഫ ആണ്, അതായത് ടെസ്റ്റിംഗ് സ്റ്റേജ് ആണിത്. നമുക്കിപ്പോൾ തന്നിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് കറക്റ്റ് നമ്മുടെ സോഴ്സിൽ നിന്ന് ഓരോ മെറ്റീരിയൽ അല്ലെങ്കിൽ സർഫസിൽ പോയി റിഫ്ലക്റ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ബൗൺസ് ചെയ്യുക, അടുത്ത സ്ഥലത്തേക്ക് ബൗൺസ് ചെയ്യുക. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ബൗൺസിങ് ബാക്ക് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആണെങ്കിൽ നമ്മൾ റൂം ശരിക്കും ലൈറ്റപ്പ് ആവുന്നത്. അപ്പോൾ അത് എങ്ങനെ ഓരോ മെറ്റീരിയലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റിയൽ ടൈം പാത്ത് ട്രേസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയുള്ള റെൻഡേഴ്സും ഇപ്പോൾ ഈ പാത്ത് ട്രേസിംഗ് വെച്ചെടുത്ത റെൻഡറും വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു വെളിച്ചത്തിലുണ്ടാകുന്നൊരു ഡിഫറൻസാണ് മേജറായിട്ട് പറയാനുള്ളത്. അല്ലാണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആവുമെന്നൊക്കെയുള്ളത് അപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. പക്ഷേ ചെറിയൊരു മൈനർ ഡിഫറൻസ് നമുക്ക് കിട്ടും. അത് മുമ്പ് വലിയ എന്താ പറയുക ഭയങ്കര സൂമിനൊക്കെ ആയിട്ട് നല്ല പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നമ്മൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പാത്ത് ട്രേസിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ലൈറ്റിനെ ട്രേസ് ചെയ്യുന്ന പരിപാടി അതാണ്. ലൈറ്റ് പോകുന്ന വഴി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് പാത്ത് ട്രേസിംഗ്. പിന്നെ വന്നത് നൈറ്റ് സ്കൈ, മൂൺ, സ്റ്റാർസ്. നിങ്ങൾ ഈ കാണുന്ന സ്റ്റാർസ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ മൂണിൻ്റെ പല ഫേസ്, അതുപോലെ മൂണിനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ള പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ സണ്ണിനുണ്ടായിരുന്ന പോലെ തന്നെ മൂണിന് ഓപ്ഷൻ വന്നിരിക്കണം. പിന്നെ AI പെയിൻറ്റിങ്, അതുപോലെ മോഷൻ ബ്ലർ. നമുക്ക് നേരത്തെ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ AI വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. മൂവിങ് എന്ന രീതിക്ക് അത് ആൾക്കാർക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്കൈ അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പും നമുക്ക് AI വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. അത് മാത്രമായിട്ടൊക്കെ മെയിനായിട്ടാണ് സ്കൈ, വാട്ടർ, വെജിറ്റേഷനൊക്കെ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ് എന്ന രീതിയിൽ മാറ്റാം എന്നുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ മോഷൻ ബ്ലർ. പിന്നെ സിറ്റി ജനറേറ്റർ, ഇത് നമുക്കൊരു മാപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് D5. അപ്പോൾ ഈ മാപ്പ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിങ്സ്, അതുപോലെ റോഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ജനറേറ്റ് ആയിട്ട് വരും. പക്ഷെ അത് ഭയങ്കര ഡീറ്റെയിൽഡ് ഒന്നല്ല. ഈ കാണുന്നത് പോലെ ബ്ലോക്കായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നിനെയും സൈസ് കൂട്ടാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റ്, ഒരു അർബൻ പ്ലാനിങ് പോലത്തെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് ആൻഡ് റോഡ് വേസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സെറ്റ് ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലോട്ടിൽ നമ്മുടെ മോഡൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സെറ്റ് ജനറേറ്റർ പോയി ഡീറ്റെയിൽഡ് അല്ല, ജസ്റ്റ് ഒരു കറണ്ട് എന്താ പറയുക സിറ്റുവേഷൻ, ആ മാപ്പ് സ്ട്രീറ്റ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു കറണ്ട് രൂപം നമുക്ക് കിട്ടും ഒറ്റയടിക്ക്. അത് നമ്മൾ മാപ്പിന് പിന്നെ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ അവിടുത്തെ മാപ്പ് വേണമെങ്കിൽ നേരെ അങ്ങനെ എടുക്കാം, ന്യൂയോർക്കിലാണെങ്കിൽ അവിടുത്തെ എടുക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ടെറൈൻ ടൂൾ ഒന്ന് ഒപ്റ്റിമൈസ് ആയെന്നുള്ളത് കുറച്ച് എന്താ പറയുക, ഈ പീക്കിൽ നമ്മുടെ ടോപ്പിൽ വരുന്ന ഈ മഞ്ഞ് വീഴ്ചകൾ ഉണ്ടാകുന്ന ഡിഫറൻസുകൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ 2-3 ടെറൈൻസ് ഒരുമിച്ച് നമുക്ക് കൊളൈഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 2 ഹില്ല് 2 സ്ഥലത്തുണ്ടെങ്കിൽ നമുക്കതിനെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒറ്റൊരു സാധനമാക്കാം, അതായത് പുതിയൊരു സാധനമാക്കി മറ്റേ വോൾക്കാനോ ഒരു ഹില്ല് ഒക്കെ കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊളൈഡ് ചെയ്ത് പുതിയൊരു സംഭവമൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ കാണിക്കാം. പിന്നെ ജാപ്പനീസ് ലാംഗ്വേജ്, ഫ്രഞ്ച് ലാംഗ്വേജസ് അഡീഷൻ. പിന്നെ അസറ്റ്സിൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിലെ കുറച്ച് അസറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള മോഡലിംഗ് കാറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പാത്ത് ട്രേസിങ്ങിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇത് നമ്മൾ പണ്ട് പ്രാവശ്യം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഒരു കാര്യം പറയാൻ നേരത്തെ എടുത്തൊരു മോഡലാണ് ഈ ഒരു ഇൻറ്റീരിയർ ഇപ്പോൾ കാണുന്ന ഒരു സെറ്റപ്പ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന HDRI ആണ്. അതുപോലെ ജിയോ ആൻഡ് സ്കൈ യൂസ് ചെയ്യാം, ലൈറ്റൊക്കെ ആറ്റം. അതുപോലെ തന്നെ ജിയോ ആൻഡ് സ്കൈയിൽ തന്നെ നേരത്തെ നമുക്ക്
സണ്ണിനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടാതെ ഒരു കസ്റ്റമർ ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോൾ അത് മാറി സ്റ്റാൻഡ് ലോൺ ആയിട്ട് കസ്റ്റം ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് കസ്റ്റം ഡേറ്റയും കൊടുക്കാം. അതേപോലെ തന്നെ സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. യൂണിവേഴ്സിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റാക്കാവുന്നതാണ്. അത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസിൽ വന്നിരിക്കുന്നത് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് സ്കൈൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ടോ കസ്റ്റം നൈറ്റ് എന്നുള്ള ഓപ്ഷൻ, ഇത് നമുക്ക് ഓൺ ആയി കഴിഞ്ഞാൽ മൂൺ ലൈറ്റ് ഇൻറ്റൻസിറ്റി അതിൻ്റെ ഡിസ്ക് അത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. തൽക്കാലം ഇവിടെ അതാണ് വന്നിരിക്കുന്നത്, ഫേസ് ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. പിന്നെ കസ്റ്റം നൈറ്റ് അല്ലാണ്ട് വന്നിരിക്കുന്ന ഓപ്ഷനാണ് താഴെ മിൽക്കി വേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ഓൺ ആയി കഴിഞ്ഞാൽ മിൽക്കി വേൻ്റെയും ഇൻറ്റൻസിറ്റിയും റൊട്ടേഷനൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് തൽക്കാലം ഏറ്റവും ആദ്യമായിട്ട് പാത്ത് ട്രേസിങ്ങിൻ്റെ ഓപ്ഷൻ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഓൺ ആക്കണം ഓപ്ഷൻ. നമ്മളിവിടെ നമ്മുടെ പ്രിഫറൻസിലേക്ക് പോവാം. അതുപോലെ തന്നെ റെൻഡറിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫസ്റ്റ് ഓപ്ഷൻ റിയൽ ടൈം പാത്ത് ട്രേസ്, ഇത് ഓണാക്കി കൊടുക്കുക. ഇത് ഓണാക്കി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ സീനെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ കസ്റ്റം സെറ്റിങ്സും ഉണ്ട്. അപ്പോൾ അതിന് ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ ഇവിടെ GI പ്രിസിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഗ്ലോബൽ ഇലൂമിനേഷൻ്റെ പ്രിസിഷനാണ്. അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും സംഭവിക്കാനായിട്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ്റെ ഡെപ്ത്ത്, പിന്നെ SPP എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് ഞാൻ തൽക്കാലത്ത് 3 കൂട്ടിയിടാം. എന്നിട്ട് ഇപ്പം ഇരിക്കുന്ന ഈ സീനിൽ ഞാൻ പാത്ത് ട്രേസിങ് കൊണ്ട് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കണമെങ്കിൽ ഈ അക്യുമുലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്യുമുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കുറച്ച് നേരം ലോഡ് ചെയ്യാൻ സമയം എടുക്കും. ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ലോഡിങ് വന്നാണ്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യരുത്, അതുപോലെ ക്യാമറ ഓർബിറ്റ് ഒന്നും ചെയ്യരുത്. അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനെ ലോഡ് ചെയ്യാൻ സമയം കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സീനിനെ എടുത്തു ഞാൻ അക്യുമുലേറ്റ് കൊടുക്കുന്നു. ഒന്ന് കറങ്ങി വരട്ടെ. കുറച്ച് നേരം ഇപ്പോൾ ചെറിയൊരു സീനായതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽസും നല്ല ലൈറ്റൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുത്താനെ. പിന്നെ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് പോലെ ഇരിക്കും. പിന്നെ ഇപ്പോൾ ഉണ്ടോ ഇതൊന്ന് എന്താ പറയുക, നമ്മുടെ പാത്ത് ട്രേസിങ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടി ആ സീനിലേക്ക് ആഡ് ചെയ്യാം. അത് പോകുന്നുണ്ട്, അത് ഡിഫറെൻറ്റ് അതാണ്. നമുക്ക് ഈ സീൻ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അക്യുമുലേറ്റ് അടിക്കേണ്ടി വരും. അക്യുമുലേറ്റ് അടിച്ചിട്ട് നിങ്ങൾ നേരെ റെൻഡർ എടുക്കണം, അല്ലാണ്ട് ഇത് കിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ. കാരണം നമ്മൾ അടുത്ത സീനിലേക്ക് പോകുമ്പോൾ പിന്നെയും റീകാൽക്കുലേഷൻ വേണ്ടി വരുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം അത് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ആയിരിക്കും നമ്മൾ നേരെ. പക്ഷെ ഇപ്പോഴും ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പോകും കേട്ടോ പഴയപടി. എന്ത് മൂവ്മെൻറ്റ് വന്നാലും അത് പിന്നെയും നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റെൻഡറിങ് സീനിലേക്ക് പോയിട്ട് 4K എന്ന് വെച്ചാൽ കൊടുക്കുക. കുറച്ച് സ്പീഡിലെടുക്കാനായിട്ട് പ്രിഫറൻസിൽ ഇവിടെ ഇമേജ് റെൻഡറിങ് ഡാറ്റ ഇത് സ്പീഡ് കൂട്ടണം, അത് ഓണാക്കി കൊടുത്തേക്കാം. എന്നിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് അക്യുമുലേറ്റ് കൊടുക്കുക. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെൻഡർ എടുക്കാം. ഇങ്ങനെ റെൻഡർ എടുത്താലാണ് നല്ലത്. സീൻ സെറ്റ് ചെയ്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി റെൻഡറിങ് സീനിലേക്ക് പോയിട്ട് അക്യുമുലേറ്റ് കൊടുക്കുക, എന്നിട്ട് റെൻഡർ എടുക്കുക. അതായിരിക്കും നല്ലത്. കുറച്ച് സമയം കൂടുതലെടുക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. വലിയ ഡിഫറൻസ് ഒന്നും പക്ഷേ ഫൈനൽ ഔട്ട്പുട്ടിൽ തോന്നിയിട്ടില്ല. എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം, രണ്ടും ചെയ്യാണ്ടും ചെയ്ത് നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ രണ്ട് സീനുകൾ എടുത്തു കഴിഞ്ഞാൽ പാത്ത് ട്രേസിങ് ഓൺ ചെയ്തിട്ടും ഓൺ ചെയ്യാതെയും എടുത്തപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പാത്ത് ട്രേസിങ് ഇട്ടെടുത്തപ്പോൾ 8 മിനിറ്റ് എടുത്ത് ആ ഒരു ഷോട്ട് എടുക്കാൻ. അതേസമയം ഓഫ് ചെയ്തപ്പോൾ കണ്ടോ 1 മിനിറ്റ് പോലും എനിക്ക് എടുത്തിട്ടില്ല. അതായത് സെയിം സ്പെക്സ് ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ 8 മിനിറ്റാണ് പാത്ത് ട്രേസിങ് ഇട്ടെടുത്തപ്പോൾ, <1 മിനിറ്റാണ് അല്ലാണ്ട് എടുത്തപ്പോൾ. പക്ഷെ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പാത്ത് ട്രേസിങ് ഇട്ടെടുക്കുക, ഇത് അതില്ലാണ്ട് എടുക്കുക. തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇട്ടെടുത്തപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടോപ്പ് പോർഷൻ നോക്കിക്കോ, നമ്മുടെ ലാമിനേറ്റ് നല്ല വൈറ്റ് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം ഇവിടെ ഇപ്പോൾ നോക്കി ഇല്ലാണ്ട് എടുത്തപ്പോൾ നമ്മുടെ തമ്മിലുള്ള ഷട്ടറിൻ്റെ തമ്മിലുള്ള ആ ഗ്യാപ്പ് പോലും പല സ്ഥലത്ത് മിസ്സായി, അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. മെയിനായിട്ട് അതാണ്. പിന്നെ ഒറ്റ നോട്ടിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ടൈലിൻ്റെ
ഒരു കളർ ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് യെല്ലോയിഷ് ആണ് നമ്മുടെ ടൈൽ ശരിക്കും, പക്ഷേ ഇതിലത് വ്യത്യാസം വന്നിട്ടുണ്ട്, ബ്ലൂയിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതിനകത്തേക്ക് പോയെന്ന് പറഞ്ഞിരിക്കുന്ന ലൈറ്റ്, ഇത് ഇരുട്ട, നമ്മളെടുത്തപ്പോൾ അവിടെ ഇരുട്ട, പക്ഷേ ശരിക്കും അകത്തേക്ക് കുറച്ച് ലൈറ്റ് കയറുന്നതുകൊണ്ട് അവിടെ ചെറിയൊരു റിഫ്ലക്ഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടോ, ഈ ട്രോഫി, ഇതിനകത്തിരിക്കുന്ന ഈ ട്രോഫി ഇപ്പോൾ കാണാം നമുക്ക് ശരിക്കും, ആ ലൈറ്റ് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും അത് കാണേണ്ടതല്ല എന്നാണ് പാത്ത് ട്രേസിങ് വഴി നമുക്ക് മനസ്സിലാവുന്നത്, ലൈറ്റ് എത്തില്ല. അങ്ങനെ ഓരോരോ വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണ്, പക്ഷേ ഈ മുകളിൽ ലാമിനേറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് ശരിക്കും കാണേണ്ടതാണ്. നമുക്കത് കിട്ടാണ്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. പാത്ത് ട്രേസിങ് കിട്ടപ്പോൾ കറക്റ്റ് നമുക്ക് ലൈറ്റ് അടിച്ച് കിട്ടി, അതാണ് നോക്കണ്ടേ. ഞാൻ പറഞ്ഞത് ചെറിയൊരു ഡിഫറൻസ് ആണ്, അത് ഭയങ്കര പക്കാ റിയലിസ്റ്റിക് എന്ന രീതിയിൽ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ, ഷോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്ത് ട്രേസിങ് ഓൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, ഉപകാരമാണ്. ഓഫ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പോലെ റെൻഡറിങ് ടൈം നമുക്ക് കുറച്ചും കിട്ടും. അതാണ് പാത്ത് ട്രേസിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് പാത്ത് ട്രേസിങ് കഴിഞ്ഞ് നമുക്ക് അതല്ലാണ്ട് ഓപ്ഷൻ അടുത്ത് വന്നിരിക്കുന്നത് നൈറ്റ് സ്കൈ, അതുപോലെ തന്നെ മിൽക്കി വേ ഒക്കെ. അപ്പോൾ നമുക്കൊരു എക്സ്റ്റീരിയർ ഷോട്ട് നോക്കാം. അപ്പോൾ നമ്മളൊരു എക്സ്റ്റീരിയർ ഷോട്ട് ഞാൻ ഈ അടുത്ത് റീലിട്ടിരുന്നൊരു സംഭവമാണിത്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം പോയിട്ട് ഡേ ടൈം അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് നേരെ കസ്റ്റം നൈറ്റ് ഇടാം. കസ്റ്റം നൈറ്റ് ഇട്ടിട്ട് മോൺ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കാം. ചെറിയ ഭയങ്കര വെളിച്ചമൊന്നുമില്ലാത്ത സംഭവം. എക്സ്പോഷർ ചെറുതായിട്ടൊന്നും കൊടുത്ത് നമുക്കൊന്നും കാണുന്നില്ല. എക്സ്പോഷർ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മൂണിനെ അങ്ങ് കാണിച്ചു തരാം. മൂൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ മൂൺ വന്നു. അത് ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മുകളിൽ നിന്ന് ലാബ് അടിക്കാൻ പോലെ അടിക്കണമെങ്കിൽ ചെയ്യാം. ഇൻറ്റൻസിറ്റി അങ്ങനെ കുറവാണ് മൂന്ന്, അതുകൊണ്ട് മൂന്ന് ഡിസ്ക് റേഡിയസ് ഉണ്ട് കേട്ടോ, അങ്ങനെ വലുതാക്കാൻ അതൊക്കെ ചെയ്യാം. പിന്നെ മൂണിൻ്റെ ഫേസസ് കേട്ടോ, ഹാഫ് മൂൺ വേണം, ഫുൾ മൂൺ വേണം, ഒരു ചന്ദ്രക്കല പോലെയൊക്കെ വേണം. അതുപോലെ തന്നെ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് വെക്കണമെങ്കിൽ വെക്കാം. ഇതാണ് അതിനുള്ള ഓപ്ഷൻ. കുറച്ച് ക്ലൗഡ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്റ്റാർ കണ്ടിരുന്നു, സ്റ്റാർ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ ഒന്നും കൂടി മിനിമൈസ് കളഞ്ഞ് വരും. ഇതാണ് നമ്മുടെ മൂൺ ലൈറ്റിൻ്റെ ഓപ്ഷൻ. ഇതല്ലാണ്ട് പിന്നെ വന്നിരിക്കുന്നത് മിൽക്കി വേ ഓൺ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇൻറ്റൻസിറ്റി ഒക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രെയിൻസ് പോലെ വന്നിരിക്കുന്നുണ്ടോ, അതായത് ശരിക്കും മിൽക്കി വേ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മിൽക്കി വേ ഇങ്ങനെ ഷോട്ട് കണ്ടോ, അതായത് ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് കാണിച്ചു തന്നുള്ളൂ, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് പുതിയതായിട്ട്. അതാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ മിൽക്കി വേയും അതുപോലെ നൈറ്റ് സ്കൈ എന്നുള്ള ഓപ്ഷൻ. നൈറ്റ് സ്കൈ നമുക്ക് ശരിക്കും ഒന്ന് ട്വീക്ക് ചെയ്യാനുണ്ട്, കാരണം എനിക്ക് അങ്ങനെ വെളിച്ചം കിട്ടണില്ല ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും. അതൊന്ന് റെഡിയാക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, നമുക്ക് പഠിച്ചെടുക്കണം. പിന്നെ ഒരു എക്സ്ട്രാ ഇതിലിപ്പോൾ അപ്ഡേറ്റ് പറയാത്തൊരു സംഭവം വന്നിരിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ മഴ. പ്രസിപ്പിറ്റേഷനകത്ത് ഒരു വാട്ടർ മിസ്റ്റ് എന്ന സംഭവമുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ എന്താ പറയുക, മിസ്റ്റ് പോലെ വരുന്നൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ഇത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടി കൊടുക്കുക, അവിടെ ഒരു പുക പോലെ ഇവിടെ കാണില്ലേ, അതായത് മഴ പെയ്യുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് നമ്മൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത പോലെ ഇങ്ങനെ പോകാനൊക്കെ, ആ ഒരു സംഭവമാണ് മിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. അത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. മുകളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മേഘം പോലെയൊക്കെ തോന്നും, മഴ പെയ്യുന്നത് മിസ്റ്റായിട്ട് പെയ്യുന്നത് ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള സംഭവം. പിന്നെ റെയിൻ ഡ്രോപ്പിൻ്റെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എക്സ്ട്രാ വന്നതായത് രണ്ട് ഓപ്ഷൻസ്, ആ ഒരു അപ്ഡേറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് സ്കൈ മിൽക്കി വേ എന്നുള്ള പരിപാടിയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് സിറ്റി ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ. നമുക്ക് ഞാനത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ടെറൈൻ ഓൺ ചെയ്തിട്ടേക്കാം.
അവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പോയി സിറ്റി ജനറേറ്റർ കണ്ടോ, ടെറൈൻ എന്നുള്ള ഓപ്ഷനിൽ സിറ്റി ഉണ്ട്. സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മാപ്പ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരും. നമുക്ക് തൽക്കാലം കേരളത്തിലുള്ള ഏതെങ്കിലും സ്ഥലം നോക്കാം. നമ്മളിവിടെ ഇന്ത്യ നോക്കി, ഇന്ത്യക്കകത്ത് കൊച്ചി തന്നെ നോക്കി. നമുക്ക് ഇടപ്പള്ളി ജംഗ്ഷൻ കിട്ടാൻ ലുലുമാളൊക്കെ കാര്യം ഇവിടെ 8 പേര് ശരി. ഇടപ്പള്ളി ഓക്കെ. മെട്രോ ഒക്കെ ഉണ്ടല്ലോ, എന്താ കിട്ടണമെന്ന് നോക്കണമല്ലോ. ഈ ഒരു സംഭവം നമ്മൾ സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് വലിച്ച് വലുതാക്കിയിട്ട് ലുലുമാളൊക്കെ വേണം. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് അടിക്കുക. കുറച്ച് നേരം ലോഡ് ചെയ്യും, എന്നിട്ട് നേരെ നമ്മൾ സിറ്റി ജനറേറ്റ് ആയിട്ട് വരും. ഇത്രയുള്ള പരിപാടി, പെട്ടെന്ന് കിട്ടും. സംഭവം വന്നു. ഇതിനൊന്ന് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം തൽക്കാലം. ലോഡിങ് കഴിഞ്ഞിട്ടില്ല, ലോഡിങ് ആണ്. ഇതിന് നമ്മുടെ മാച്ചിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റി ജനറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. ലുലുമാളായിരിക്കും സിറ്റി. നമുക്ക് ഡ്രോപ്പ് ഡൗൺ ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ബിൽഡിങ്സ് ഒക്കെ നോക്കാം. അതെ, ലുലു ഇന്റർനാഷണൽ കണ്ടോ, ലുലുമാളാണ്. അതിൻ്റെ ഒക്കെ താഴത്തെ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മെട്രോ ഒന്നും വന്നിട്ടില്ല, കാരണം റോഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മെട്രോൻ്റെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്കത് ഇവിടെ ഗ്രാൻഡ് മാൾ ഉണ്ട്, അപ്പുറത്ത് ഗ്രാൻഡ് മാൾ കാണാം. മെട്രോ എന്നുള്ള ഓപ്ഷൻ എനിക്ക് പേരായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ മാപ്പിൽ കാണുന്ന ബിൽഡിങ്സിൻ്റെ പേര് അങ്ങനെ തന്നെ വരും. അല്ലാത്തതിന് ബിൽഡിംഗ് വനിത, വേദ, നമ്മുടെ തിയേറ്ററൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം കാണാം. പിന്നെ ഏതാണ്ടെല്ലാം ഉണ്ട്. ആ ഭാഗത്തുള്ള മിക്കതൊക്കെ തന്നെ മാപ്പിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സിറ്റി ജനറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമുക്കിപ്പോൾ ഒരു ഇവിടെ നമ്മുടെ പ്ലോട്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ മോഡലൊക്കെ വെച്ചിട്ട്, അതായത് മുകളിൽ നിന്ന് ഉള്ളൊരു രീതിയിലുള്ളൊരു ഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിലേക്ക് ഇട്ട് നമുക്ക് ഇനി എഡിറ്റ് ചെയ്തൊക്കെ മാറ്റാം. അപ്പം അങ്ങനെ ചുമ്മാ ഒരു എന്താ പറയുക, ഒറ്റയ്ക്ക് സിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. എനിക്കിത് വലിയൊരു ഉപകാരമായിട്ട് തോന്നിയില്ല, കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ കൂടുതൽ. ആകെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബിൽഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും കുറക്കാൻ എന്നല്ലാതെ വേറൊരു എഡിറ്റിംഗ് ഓപ്ഷൻ ഒന്നും ഇല്ല. പക്ഷേ സിറ്റി ജനറേറ്റ് ചെയ്യാം. ഇതാണ് സിറ്റി ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ. അതിൽ തന്നെ നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ .shp ഫയൽ എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് എന്താ പറയുക, നമ്മൾ റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് കിട്ടുന്ന ഒരു ഡാറ്റയായത്. അത് കിട്ടിയാൽ നമുക്ക് അത് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരെ മാപ്പിൽ നിന്ന് സെലക്ഷൻ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതാണ് സിറ്റി ജനറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടെറൈനിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനവിടെ അസറ്റ്സിൽ നമുക്ക് ടെറൈൻ ഓപ്ഷനിൽ കുറച്ച് വോൾക്കാനോ ഹില്ലിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹില്ലെടുത്ത് ഞാൻ വയ്ക്കാം. ഇത് കൂടാതെ ഞാനൊരു എന്താ പറയുക, ഒരു മൗണ്ടൻ എടുത്ത് വയ്ക്കാനായിരിക്കും. കണ്ടോ, ഇപ്പോൾ ഈ ഹില്ലും മൗണ്ടനും തമ്മിൽ കുട്ടിക്കൊഴിഞ്ഞ് പുതിയൊരു സാധനമായി മാറിയിട്ടുണ്ടല്ലോ. അതാണ് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് കോട്ടയത്തിൻ്റെ ഹില്ലും ഒരു ഐലൻഡും ഒക്കെ ആണെങ്കിൽ തമ്മിൽ ബ്ലെൻഡ് ആവും. അത് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഇങ്ങനിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആണ് ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ പീക്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പിൽ വരുന്ന മഞ്ഞ് അതുപോലെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ പീക്കിൽ നമ്മൾ കണ്ടത് മഞ്ഞ അവിടം വരെ ഉള്ളത്, ഇത് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് റിയലിസ്റ്റിക് ആക്കി അവർ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചുമ്മാ മഞ്ഞ് വീഴുള്ളൂ, ഇപ്പോൾ അത് എന്തോ ചെറിയ എഡിറ്റിംഗ്, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് വീടിന് തുടക്കത്തിൽ കണ്ട പോലെ ചെറിയൊരു ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ വലിയതൊന്നും തോന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറയില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തു ഈ അപ്ഡേറ്റിൽ. അതാണ് വേറൊരു കാര്യം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അസറ്റ്സിൽ മോഡലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച്
എന്താ പറയുക, കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അസറ്റ് ലൈബ്രറിയിൽ കുറച്ച് പുതിയ മോഡൽ ഹോട്ടൽ റിസോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഡൽ അസറ്റ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2200 2300 അടുത്ത് മോഡൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 200 സംതിങ് ആണ് ആഡ് ആയത് പുതിയതായിട്ട്. അങ്ങനെ ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഇന്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നേരെ കൊണ്ട് നോക്കിയാൽ നല്ല രീതിയിൽ ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതേപോലെ ഡെക്കറേഷൻ സെറ്റ്, ഷെൽഫൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്നതൊക്കെ പുതിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ അപ്ഡേറ്റ്. ഇതൊരു ഭയങ്കര മേജർ അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാത്ത് ട്രേസിംഗ് എന്നുള്ള ഓപ്ഷൻ ശരിക്കും ഒരു മേജർ സംഭവം തന്നെയാണ്. കാരണം ഇങ്ങനത്തെ റിയൽ ടൈം റെൻഡർ എഞ്ചിനായപ്പോൾ ലൂമിയോ ആയിക്കോട്ടെ, D5 ആയിക്കോട്ടെ, ഇതിൽ നമുക്ക് ഈ പാത്ത് ട്രേസിംഗ് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ കാരണം VRA പോലെ ഓഫ്ലൈൻ റെൻഡേഴ്സിലാണ് അതുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ പാത്ത് ട്രേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിനെ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്റീരിയറൊക്കെ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അപ്ഡേറ്റിൽ പറഞ്ഞ കാരണം ഇതൊക്കെയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, വിചാരിക്കുന്ന പോലെ സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.